എടാ ദിലീപേ, എന്താടാ പറ. ഞാനിപ്പോ ആ കല്യാണ വീട്ടിൽ നിൽക്കുകയാണ്. എന്തായി? ഇവിടെ ഒന്നും ആയില്ല. പറ. ഞാനിപ്പോ മറ്റേ ആ കല്യാണ വീട്ടിൽ നിൽക്കുകയാണ്. എന്തായി? ഞാനിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കാടാ. എന്താടാ പോസ്റ്റ് അടിച്ച് നിൽക്കാൻ പറ്റി? ആ കല്യാണ പെണ്ണ് ഇതുവരെ ഒരുങ്ങി ഇറങ്ങിയിട്ടില്ല. നീ കല്യാണ വീട്ടിലാണല്ലേ? അല്ല, ഞാനന്ന് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? മറ്റേ നിനക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ? അതിന്റെ ആൾക്കാര് അവര് വന്നിട്ടുണ്ട് ട്ടാ. അവരെത്തിയിട്ടുണ്ടല്ലേ? നീ എന്ന് പറഞ്ഞ ഫിലിമൊക്കെ എടുക്കാൻ താല്പര്യമുള്ള, സീരിയലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ള എടാ, അവര് നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ. മറ്റേ അഭിനയിക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞവരെ അവരെത്തിയിട്ടുണ്ട്. അവര് നാട്ടിലും എത്തിയിട്ടുണ്ടല്ലേ? അതെ. എടാ, നീ എന്നൊരു കാര്യം ചെയ്യ്. നീ ആ വാട്സപ്പിൽ ഒരു ലൊക്കേഷൻ ഇങ്ങോട്ട് സെൻഡ് ചെയ്യും. ഞാൻ അവര് പോയി കാണാം. ശരി. ഓക്കെ ഞാൻ അയച്ചേക്കാം. ഹലോ, എടാ, ഞാൻ മറ്റേ അവരെ കാണാൻ പോവാണ് കേട്ടാ. അവരെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ശരി. ഹലോ സാറേ. വരൂ ഇരിക്കൂ. ഇതാരാണ്? നമസ്കാരം. നമസ്തേ. ആരാണിത്? നിങ്ങള് എന്താ പേര്? എന്റെ പേര് രാജേഷ്. എന്താ കാര്യം? ഞാന് അതെ, എന്റെ അടുത്ത് ഒരു നല്ല സീരിയലിന്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. സീരിയലിന്റെ? നമുക്ക് സീരിയല് ഒരു ഗുണമില്ല. നല്ല വലിയ ഒരു ലാർജ് സ്കെയിൽ ബോളിവുഡ് സിനിമകൾ എടുക്കാം. സിനിമയുടെ എന്തെങ്കിലും ഉണ്ടോ താങ്കളുടെ കയ്യിൽ? സിനിമയുടെ എന്തെങ്കിലും ഉണ്ട്. എന്താണെന്ന് നോക്കാം. എന്ത് സിനിമയാണ്? കഥയൊന്നും എടുക്കട്ടെ. അല്ലെങ്കിൽ സീരിയൽ എന്താണെന്ന് പറയും. കാരണം അത് കുറേ നാളത്തേക്ക് കൊണ്ടുപോകാമല്ലോ, അല്ലേ? ഒരു 5 കൊല്ലം വരെ. അപ്പൊ പിന്നെ അത് നന്നായിരിക്കും. ഓക്കെ. അതൊന്ന് എന്താ കഥ? പതിവ്രതയായ ഭാര്യ. അവൾ കല്യാണ തലേന്ന് അവള് ഒളിച്ചോടുകയാണ്. ഈ അവളെന്ന് പറഞ്ഞാൽ ആരാ? കഥാനായികയാണോ? കഥാനായിക. ശരി പറയൂ. ആരുടെ കൂടെ? അവള് അടുത്ത വീട്ടിലെ ദിനേശിന്റെ കൂടെ ഒളിച്ചോടും. കാമുകിയുടെ ഒരു കഥ. എന്നിട്ട് പക്ഷെ അവിടുന്ന് പിടിച്ചോണ്ട് വന്നിട്ട് അവളെ വിവാഹം കഴിപ്പിക്കുന്നതാണ് രംഗം. ഇതാണോ പതിവ്രതയായ ഭാര്യ പോകുന്നത്? കല്യാണത്തിന്റെ തലേ ദിവസം അയലോക്കത്തെ പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയി കണ്ട് അടുത്ത ദിവസം കൊണ്ടുവരാൻ ഈ കഥ പോവില്ല. ശരിയല്ല. ആ കഥ ശരിയാവില്ല. ഇഷ്ടപ്പെട്ട ഒരു പുരുഷന്റെ കൂടെ പോയി എന്ന് പറയുന്നത് എന്താ തെറ്റ്? പക്ഷേ സ്വാധീനമുള്ള കുടുംബത്തിലെ ആളായതുകൊണ്ട് അങ്ങനെ പറയരുത്. മോശം. നമുക്ക് സിനിമയാക്കാം. ആയിക്കോട്ടെ, നോക്കാല്ലേ? സിനിമയുണ്ട്. നിന്റെ സൗകര്യം, നിന്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഓക്കെ, നോക്കാം. സിനിമയുടെ കഥ ഒന്ന് അവതരിപ്പിക്കൂ. ചിറകൊടിഞ്ഞ കിനാവുകൾ. അത് പേര് കേട്ടപ്പോ ശരി, ആയിക്കോട്ടെ, കേക്കട്ടെ. അപ്പൊ ചിറകൊടിഞ്ഞ കിനാവുകൾ അല്ലേ? ചിറകൊടിഞ്ഞ കിനാവ്, അതാണ് സിനിമയുടെ പേര്. അതെ സാർ. ഇത് എഴുതിയതാരാ? എഴുതിയത് ഞാൻ തന്നെയാണ്. നിങ്ങളപ്പോ എഴുത്തുകാരനും കൂടെയാണ്? അതെ സാർ, ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അത് ശരി. ഓക്കെ. അത് നന്നായി. അപ്പൊ ശരി. അപ്പോ ഞങ്ങള് ഈ പൈസ മുടക്കുന്നതേ, ഞങ്ങള് ചെറിയ കലാ അനുഭവങ്ങളൊക്കെ ഉള്ള ആളാണ്. ഞങ്ങൾ രണ്ടുപേരും. അതെ, ഞങ്ങൾക്ക് ഇവിടെ അഭിനയിക്കാനുള്ളൊരു അവസരം ഉണ്ടാവണം. അതെ, അത് തന്നെയാണ് ഉദ്ദേശം. അതാണ് ഉദ്ദേശം. കഥാനായകനും കഥാനായികയും ആയിക്കോട്ടെ. അത് ഞങ്ങൾ അല്ല, കഥാനായികയ്ക്കും കഥാനായകനും പറ്റിയ വേഷം വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. സാറിനും ചേച്ചിക്കും വേണമെങ്കിൽ നമുക്ക് പറ്റിയ വേഷമുണ്ട്. അമ്മായിയമ്മയുടെ വേഷം ചേച്ചിക്ക് എടുക്കാം. അമ്മായിയമ്മയുടെ ഒന്നും പറ്റില്ല. എനിക്ക് നായികയായിട്ടുള്ള റോളാണ് ആവശ്യം. അല്ല, മേഡത്തിന്റെ ഒരു പ്രായം വെച്ചിട്ട്
അമ്മായിയമ്മയുടെ റോളാണെങ്കിൽ പ്രായം ഒന്നും ഒരു കണക്കല്ല കുട്ടിയെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പൈസ എന്തിനാ മുടക്കണേ? ഒന്ന് ചിന്തിക്കൂ. അല്ല, അങ്ങനെ പറയരുത്. നമുക്ക് വഴിയുണ്ടാക്കാം. അപ്പൊ പിന്നെ ഏത് റോഡ് കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് പറയും. അതായത് അപ്പോഴേ അതറിയോ, ഞങ്ങളെ ടിക്ടോക്കിലൊക്കെ നല്ലോണം അഭിനയിച്ചിട്ട് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നാണല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുക. ഞങ്ങൾ അവിടുത്തെ ഒരു മികച്ച താരങ്ങളായിരുന്നു. അതെ. അപ്പൊ ഞങ്ങൾക്ക് നല്ലപോലെ അഭിനയിക്കാനും അറിയാം. അതെ അതെ. അവരെല്ലാം അവിടുത്തെ അസോസിയേഷൻ എല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ് ഞങ്ങളെ. മനസ്സിലായില്ല? ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആരും ഒഴിവാക്കില്ല, അല്ലേ കമ്പി? അതെ അതെ അതെ. നാട്ടിലെത്തി നാട്ടിലെ കാര്യങ്ങളുമായിട്ടൊക്കെ നിന്ന് ഒരു സിനിമയൊക്കെ എടുത്ത് ഇവിടുത്തെ ഒരു നല്ല ഒരു രീതിയിലുള്ള മുന്നോട്ട് ഇനിയുള്ള ശിഷ്ട ജീവിതം പോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല 2 റോള് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണം. അതിനാണ് ഉദ്ദേശിച്ചുകൂടെയാണ് ഞങ്ങളിവിടെ വന്നത്. പൈസ ചിലവാക്കാൻ, പൈസ എത്ര വേണമെങ്കിലും ചിലവാക്കാം. ഇഷ്ടംപോലെ പൈസ ഉണ്ട്. ഞങ്ങളവിടെ കിടന്ന് സമ്പാദിച്ചതാണേ. അത് ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അത് ഇവിടെ വിനിയോഗിക്കാം. അപ്പൊ അതിന് പറ്റിയ റോൾ എന്താണെന്നുള്ളത് പറയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിനയം ഒന്ന് കണ്ടാലേ എനിക്ക് അതിനെ പറ്റി ഒന്ന്. ഉണ്ടല്ലോ, ഞാൻ അഭിനയിച്ചതിൻ്റെതുണ്ട്, അഭിനയിച്ചതിൻ്റെ അത് വേണേ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അതൊന്ന് കാണിച്ചാൽ എന്നാ പിന്നെ നമുക്ക് അത് നോക്കിക്കളയാല്ലേ? പിന്നെന്താ? വരൂ വരൂ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള് ഒരുപാടെടുത്ത് ചുടുതാരി കച്ചോറയിൽ നീരാട് കൊടുവാളെടുത്ത് ചുടുതാരി കച്ചോറയിൽ നീരാട് കരിങ്കാളിയല്ലേ വെരി ഗുഡ്, വെരി ഗുഡ്. പറഞ്ഞില്ലേ നല്ല അഭിനയമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സിനിമ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, കഥ പറയും. അതായത് ചിറകൊടിഞ്ഞ കിനാവുകൾ എന്നാണ് സിനിമയുടെ പേര്. 2 കൂട്ടുകാർ. അവര് കൂട്ടുകാരായിരുന്നു. 2 കൂട്ടുകാർ, ഗോപനും. അങ്ങനെ 2 കൂട്ടുകാർ, ഒന്ന് ഗോപനും ഒന്ന് വേണുവും. വേണുവിന് സിനിമയില് അഭിനയിക്കാൻ പോകണം. അങ്ങ് കൊൽക്കത്തയിലെത്തണം. കൊൽക്കത്തയിലാണ്. അപ്പോ ബാലന്റെ അപ്പോ ഗോപനും വേണുവിന് സിനിമയില് സിനിമാ മോഹവുമായി കൽക്കട്ടയിലേക്ക് പോവാണ്. അപ്പൊ പോകാനുള്ള വഴിച്ചത് വേണുവിൻ്റെ അടുത്തില്ല. അങ്ങനെ ബാലൻ ഗോപൻ വേണുവിനെ സഹായിക്കുകയാണ്. ഗോപന്റെ കാതിലെ കടുക്കൻ ഊരി വേണുവിന് കൊടുക്കുകയാണ്. കൊൽക്കട്ടയിൽ പോയിട്ട് സിനിമയില് അഭിനയിക്കാൻ വേണ്ടി. പിന്നെന്തായി? അങ്ങനെ ഗോപൻ കടുക്കനൂരി ബാലന് കൊടുക്കുന്നു, വേണുവിന് കൊടുക്കുന്നു. വേണു അതും കൊണ്ട് പോകുന്നു, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. ഇവര് പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നു. സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ തന്നെ അവർക്ക് അവസരങ്ങൾ കിട്ടിയോ? നിക്കട്ടെ, ഇത് നമ്മൾ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെയോ അറിയുന്നത് പോലെയോ തോന്നുന്നില്ലേ? അങ്ങനെ വരാൻ വഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് ഇതുപോലെ ഏതോ ഒരു സിനിമ കഥ കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം. ഇല്ലില്ല, ഇതൊന്നും അമേരിക്കയിൽ റിലീസ് ചെയ്തിട്ടില്ല. അയ്യോ, അങ്ങനല്ല.
അമേരിക്ക ഇവിടെ ഇറങ്ങുന്ന അപ്പം തന്നെ അവിടേക്കും കിട്ടും. ഏത് സിനിമ വേണമെങ്കിലും നമുക്ക് കാണാം. അങ്ങനെ വരാൻ വഴിയില്ല. ഒരു മിനിറ്റ്. ആ ഓക്കെ ഓക്കെ. എടാ ഇത് ഇവർക്ക് എല്ലാം അറിയാലോ. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ആ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ആടാ അറിയില്ല എന്നല്ല പറഞ്ഞത്, അവർക്ക് വലിയ ധാരണ ഉണ്ടാവില്ലെന്ന് എനിക്കറിയുള്ളൂ. നീ എങ്ങനെയെങ്കിലും പൈസ വല്ലതും ടോക്കൺ എമൗണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിച്ച് മുങ്ങാൻ നോക്കടാ. അവർക്ക് വലിയ പിടിയൊന്നും ഇല്ലാത്ത ആൾക്കാരാ. ഓക്കെ ഓക്കെ, അങ്ങനെ ചെയ്യാം. ശരി. അപ്പോ നമുക്ക് സിനിമ കഥ കേട്ടല്ലോ. നമുക്ക് ഒരു ടോക്കൺ അഡ്വാൻസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. കഥ നമ്മൾ ഇങ്ങനെ കേട്ടതുപോലെ തോന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെ. എന്തായാലും നിങ്ങളുടെ എഴുത്തുകാരനായതുകൊണ്ട് നല്ല കഥ വേറെ എഴുതാൻ കഴിയുമായിരിക്കുമല്ലോ. ഓ തീർച്ചയായും തീർച്ചയായും. ആ നല്ല കഥ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരും. എന്തായാലും നമുക്ക് സിനിമ എടുത്തു കളയാം. അപ്പൊ നമുക്ക് ടോക്കൺ അഡ്വാൻസ് ടോക്കൺ ഉണ്ടൊക്കെ തരാം. ടോക്കൺ അഡ്വാൻസ് തരും. അത് നമ്മുടെ ആ അപ്പൊ നമുക്ക് സിനിമ എടുക്കാമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോ നല്ല കഥ എഴുതാനുള്ള കഴിവ് നമുക്കുണ്ടല്ലോ അല്ലേ? ആ എന്താ പറഞ്ഞ പേര്? രാജേഷ്. ആ രാജേഷ്. രാജേഷ് രാജേഷ് നല്ല ഒരു കഥ കൂടെ നന്നായിട്ട് എഴുതിക്കൊണ്ട് വരിക. സിനിമ എന്തായാലും നമുക്ക് എടുക്കാം. എന്താ പറയുന്നത്? ഓ തീർച്ചയായിട്ടും. അപ്പോ ടോക്കൺ എമൗണ്ട് വേണം അല്ലേ? ടോക്കൺ എമൗണ്ട് കിട്ടിയെങ്കിൽ ഞങ്ങളുടെ ശീലവും അത് തന്നെയാണ്. ടോക്കൺ എമൗണ്ട് കൊടുത്ത് ഒരു ധാരണയാവുക. എന്താ പറയുന്നു? ശരി. എന്തായാലും സ്ക്രിപ്റ്റ് റൈറ്റില് ഒരാളെ കിട്ടിയത് വലിയ സന്തോഷമാണ്. നിങ്ങൾ സിനിമ എടുക്കുന്ന ആളാന്ന് കേട്ടപ്പോഴും. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു നല്ല കഥ എഴുതിയിട്ട് നായകനും നായികയും സാറ് ചെക്ക് എടുക്കാൻ പോയതായിരിക്കുമല്ലേ? ചെക്ക് എടുക്കാൻ പോയതായിരിക്കും. അതങ്ങനെ അസാധ്യത. എന്തായാലും ഫിലിമില് ഞങ്ങൾക്ക് തന്നെ നായകനും നായികയും. തീർച്ചയായിട്ടും. അതെ, മെയിൻ ക്യാരക്ടർ എനിക്ക് കിട്ടണം നായികയായിട്ട്, അതുപോലെ എൻ്റെ ഹബ്ബിറ്റും നായകനായിട്ട്. അതിനാണ് ഞങ്ങൾ ഈ മുതൽ മുടക്കുന്നത്. പിന്നെ അത് ഞാൻ ശരിയാക്കി തരാം. കാരണം ഇനി അമേരിക്കയിലോട്ടൊക്കെ ചെല്ലുമ്പോഴേ അഭിനയിച്ചത് ഞങ്ങൾക്കൊന്ന് കൊണ്ട് കാണിക്കാം. അത് ശരിയാണ്. നിങ്ങളാവുമ്പോ പിന്നെ വേറെയും ഫിലിം എടുത്തിട്ടുണ്ടോ? പിന്നെ ഞാൻ ഇഷ്ടംപോലെ സിനിമ ഞാനായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തന്നിട്ടുണ്ട്. അപ്പോ ഇത് ശരിയാകുമോ? ശരിയാകും, ശരിയാകും, വളരെ ശരിയാകും. കോൺഫിഡൻസ്? യെസ്, ഐ ആം കോൺഫിഡൻറ്റ്. ഓക്കെ, അപ്പൊ പിന്നെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഞങ്ങൾ ലീവ് കഴിഞ്ഞ് പോകുമ്പോഴേ ഒരു സിനിമാ താരമായിട്ട് പോകാമല്ലോ എന്ന് എനിക്ക് അങ്ങോട്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. അതാ പറയുന്നത്. എന്റെ ഹബീബിക്കോട്ട് വരും. അപ്പോ ടോക്കൺ അഡ്വാൻസ് കൊടുക്കാമല്ലോ? തീർച്ചയായിട്ടും. ഒന്ന് കിഴക്ക് തിരിഞ്ഞിരിക്കണം. അതായത് ഞങ്ങൾക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസമാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു ധാരണയോടുകൂടി വേണം എല്ലാം ചെയ്യാനായിട്ട്. ഓക്കെ. ഓ ഓ നമസ്തേ. അല്ല ഇതിപ്പോ അതാണ് ടോക്കൺ എമൗണ്ട്. ഇതാണ് ടോക്കൺ. ആ അതാണ് ഐശ്വര്യമായിട്ട് നടക്കാൻ വേണ്ടിയാണ് ഈ ടോക്കൺ എമൗണ്ട് തരുന്നത്. കഥയൊക്കെ എഴുതി നന്നായി വരിക. ഇത് വെച്ചിട്ടൊരു പേപ്പർ പോലും എല്ലാം വാങ്ങിച്ചോളൂ, എല്ലാം ശരിയായിക്കോളൂ. ഓ പിന്നെ കഥയായിട്ട് വരൂ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. തുടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓ ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പോ ശരി, നല്ലൊരു കഥയുമായി മടങ്ങി വരൂ. ഓക്കെ ഓക്കെ. ആ ഓക്കെ. അപ്പോ നമ്മള് അടുത്ത സ്ക്രീനിങ്. ഓക്കെ. ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ണൻ ട്രിപ്പിൾ ആർ ഗാലക്സി.